ട്രംപിന്റെ 21 തള്ളലുകളാട്ടോ നമ്മൾ ഇന്നലെ കേട്ടത്. അതായത് എന്തോ വിഖ്യാതമായിട്ടുള്ള പ്രഖ്യാപനം എന്നും പറഞ്ഞു വന്ന ട്രംപിന്റെ 21 കള്ളത്തള്ളലുകൾ. ഇവന് ഭ്രാന്തായിട്ടാണോ അതോ ഇത് കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഭ്രാന്താണോ എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ഏതാണെങ്കിലും ട്രംപിന്റെ ഇന്നലെ തള്ളലിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ആഫ്റ്റർ എഫക്ട് ഇസ്രായേലിന്റെ വെള്ളം കൂടി വരെ മുട്ടിച്ച അവസ്ഥയിലോട്ടാണ് എത്തിയത്. അതെ, ഇസ്രായേലിന്റെ ഒരു ഏരിയയിലോട്ടുള്ള കംപ്ലീറ്റ് പൈപ്പ് ലൈനുകളും ഇറാന്റെ മിസൈലുകൾ വെച്ച് പൊട്ടി തകർന്നു പോയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ബഹ്റൈനിലെ യുഎസിന്റെ 5ാം കപ്പൽ പടയുടെ അതായത് സെൻട്രൽ കമാൻഡ് ഇരിക്കുന്ന കംപ്ലീറ്റ് ബിൽഡിങ്ങും തകർത്തു. ഇനി അക്കൂട്ടത്തിലോട്ട് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രം, ടെല്ലവീവിലെ സൈനിക കേന്ദ്രം കൂടെ ഹിസ്ബുള്ളയുടെ മിസൈലിൽ തകിടം പൊടിഞ്ഞു മറഞ്ഞിട്ടുണ്ട്. ഏതായാലും യുഎസിന്റെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ തള്ളലിന്റെ എഫക്ട് മൊത്തം ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ ഇസ്രായേലിലാണ്. നമുക്കേതായാലും ഇന്നത്തെ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ നൈറ്റിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. അപ്പം വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, ബാക്കിയുള്ള എല്ലാ രീതിയിലുള്ള ഷെയർ, കമന്റ് എല്ലാം ചെയ്യുക. ഇസ്രായേലിന്റെ വെള്ളം കൂടി മുട്ടിച്ച കഥ ആദ്യം പറയാം. ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്ന് 21 തള്ളലുകളാണ് പുറത്തോട്ട് തള്ളിവിട്ടത്. പറഞ്ഞ കാര്യങ്ങൾ അമ്പേ പരാജയങ്ങൾ മാത്രം. പക്ഷേ അപ്പോഴും ഞാൻ പിടിച്ച മൊയിലിന് 3 കൊമ്പാണ് എന്നും പറഞ്ഞ ഫയൽവാൻ ജയിച്ചു എന്നുള്ള ഡയലോഗ് തന്നെയാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഇത് കേട്ട് ബ്ലണ്ടടിച്ചിരിക്കുന്ന പത്രപ്രവർത്തകരെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങൾ തീരുന്നതിന്റെ മുമ്പ് തന്നെ ഇറാൻ നേരെ മിസൈൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10 മിസൈലുകൾ ഇന്നലെ ടെല്ലവീവിലും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മറ്റ് പ്രദേശങ്ങളിലും ഈ ഇറാൻ്റെത് മാത്രം പതിച്ച് കൂട്ടത്തിൽ ഹുത്തികളും വിടുന്നുണ്ട്. അതേപോലെ തന്നെ ഹിസ്ബുള്ളയും കൂടെ വിടുന്നുണ്ട്. ഈ 3 ഭാഗത്തുനിന്നും അങ്ങനെ ചെകുത്താനും കടലിൽ എന്ന് പറയാൻ പറ്റില്ല, അല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം ഇസ്രായേൽ ഉള്ളത്. അങ്ങനെ ഇന്നലെ വിട്ട മധ്യ ഇസ്രായേലിലോട്ട് വീണിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ പോയിരുന്നു മധ്യ ഇസ്രായേലിൽ കൂടെ. അതിന്റെ മേലോട്ടായിരുന്നു ഇറാന്റെ മിസൈൽ പതിച്ചിട്ടുള്ളത്. മധ്യ ഇസ്രായേലിലോട്ട് കംപ്ലീറ്റ്ലി വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ വെള്ളത്തിന്റെ പൈപ്പ് ലൈൻ ആയിരുന്നു ഇത്. വെള്ളപ്പൊക്കം വരെ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥയുള്ള ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഒരു മിസൈൽ മധ്യ ഇസ്രായേലിലെ ഒരു പൈപ്പ് ലൈനിൽ പതിച്ചു. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തെരുവുകൾ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. വെള്ളപ്പൊക്കം തന്നെ ഉണ്ടായിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ, ഒരുപാട് പേരുടെ വെള്ളം കൂടി മുട്ടി. ഇനി അല്ലെങ്കിൽ തന്നെ ബങ്കറിൽ ഇരുന്ന് കക്കൂസിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇനി വെള്ളം കൂടെ കുടിക്കാണ്ട് അവിടെ കിടന്ന് വിറ്റുള്ള ചത്തുപോകുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ആളപായങ്ങളൊന്നും ഇതുവരെ പുറത്തോട്ട് വിട്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിലും ഇത് വിടാനും പോകുന്നില്ല. പ്രധാനമായും കെട്ടിടങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കംപ്ലീറ്റ്ലി ഇന്നലെ ഇസ്രായേൽ നശിച്ചു പോയിട്ടുണ്ട്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും ജനജീവിതം സാധാരണ നിലയിലാക്കാനും വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഉടനെ സ്ഥലത്തെത്തി തകൃതിയിൽ പണി തുടങ്ങിയിട്ടുണ്ട്. പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനങ്ങളെ പോലും മിക്ക ആക്രമണങ്ങളും എന്താ പറയുക മറികടന്നിട്ട് അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം കൂടെ ഫെയിലായ അവസ്ഥയിലോട്ട് ഇപ്പം ഇസ്രായേൽ എത്തുന്നുണ്ട്. ഒരാഴ്ചയും കൂടെ യുദ്ധം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ചന്തി കേൾക്കാൻ പോയി പലരും വീഡിയോ ഇട്ട് കളിക്കുന്നുണ്ട്. ഇവന്മാരുടെ മുട്ടിൽ വരെ പൊട്ടും. അന്ന് പൊട്ടുമ്പോൾ കരഞ്ഞുകൊണ്ട് വിളിക്കണം ജി കേട്ടോ, ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് വിട്ടു തരണേ ജി, ഞങ്ങൾക്ക് ഇവിടെ മുട്ടിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ജി, ഞങ്ങൾ തിരിച്ച് വിളിക്കണേ ജി എന്നും പറഞ്ഞിട്ടുള്ള വീഡിയോസും നമുക്ക് അധികം വൈകാതെ യുദ്ധം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അതും കാണും. ഇപ്പോഴത്തെ കുത്തിക്കഴപ്പൊക്കെ അവിടെ നിൽക്കും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു കാര്യം പറയാനുള്ളത്. അതായത് വെള്ളം കൂടി മുട്ടിയിട്ടുള്ള ഇസ്രായേൽ. ഇനി അതേ സ്ഥാനത്ത് തന്നെ ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്നുള്ള ആക്രമണം. ഹിസ്ബുള്ള ഇന്നലെ ഏകദേശം രാവിലെ 6:10, ഇന്ന് നമ്മൾ ഇവിടുത്തെ സമയം 6:10 ഇസ്രായേലിലോട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണത്തിലാണ് ഈ കാണുന്ന വീഡിയോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഇത് ഇസ്രായേലിന്റെ ഒരു സൈനിക ആസ്ഥാനമാണ്. ഈ സൈനിക ആസ്ഥാനമാണ് ഇന്നലത്തെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നിലം പൊത്തി വീണിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഹിസ്ബുള്ള വിവിധ കേന്ദ്രങ്ങൾക്ക് പുലർച്ചെ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. രാവിലെ 6:10 ഇസ്രായേലിന്റെ കുടിയേറ്റ കേന്ദ്രങ്ങൾ, അതായത് ഇസ്രായേൽ പലസ്തീന്റെ ഭാഗങ്ങൾ കുടിയേറ്റെടുത്തുള്ള സ്ഥലങ്ങളിലോട്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഹിസ്ബുള്ള നടത്തിയിട്ടായിട്ട് കാണുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഇത് ഇസ്രായേലിന്റെ ഒരു സൈനിക ആസ്ഥാനത്തോട്ടും ഹിസ്ബുള്ളയുടെ ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ ആക്രമണത്തിൽ ഏകദേശം ആ ബിൽഡിംഗ് മൊത്തത്തിൽ കത്തി അമർന്നു പോയിട്ടുണ്ട്. ആളപായം വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അത് റിപ്പോർട്ട് ചെയ്യത്തുമില്ല. ബിൽഡിങ്ങുകൾ തകർന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതും മാത്രമേ ഞങ്ങൾ പുറത്തോട്ട് വിടാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ പിടിച്ച മൊയിലിന് 10-15 കൊമ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരേ സമയത്തെ ഒരു സൈഡിൽ നിന്ന് ഹിസ്ബുള്ള, ഒരു സൈഡിൽ നിന്ന് ഹൂത്തികൾ, ഒരു സൈഡിൽ നിന്ന് ഇറാനാണെങ്കിൽ തലങ്ങും ബലങ്ങും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൂടെ കിട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം ഇസ്രായേലിനുള്ളത്. ഇനി ഇറാനാണെങ്കിൽ ഇവിടേക്ക് മാത്രമല്ലല്ലോ, ഇറാൻ അടിക്കുമ്പോൾ അങ്ങോട്ട് ബഹ്റൈനിലോട്ടും അടിക്കും, കുവൈറ്റിലോട്ടും അടിക്കും, ഖത്തറിലോട്ടും അടിക്കും, UAE അടിക്കും, എല്ലായിടത്തേക്കും അടിക്കും, ഒരു കുറവുമില്ല. അക്കൂട്ടത്തിൽ ഇന്നലെ ഇതേപോലെ തന്നെ US പ്രസിഡന്റിന്റെ തള്ളൽ വീരവാദം കഴിഞ്ഞപ്പം അടുത്ത മിസൈൽ പോയി വീണത് ബഹ്റൈനിലുള്ള US-ന്റെ 5ാം കപ്പൽ പടയുടെ കമാൻഡ് സെന്ററിലോട്ടാണ്. അതിന്റെ വീഡിയോസും പുറത്തു വന്നിട്ടുണ്ട്. മിസൈൽ വെക്കുന്ന ഓരോ വീഴ്ചകൾ നിങ്ങൾ നോക്കി, എന്ത് സ്പീഡാണ്, പും പറഞ്ഞിട്ട് വീണ് തകിടം മറിയുന്ന അവസ്ഥയാണ്. അപ്പം ഇറാന്റെ ഈ ബാലിസ്റ്റിക് മിസൈൽ വീണിട്ടുള്ളത് ബഹ്റൈനിലെ US-ന്റെ 5ാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനമായിട്ട് ഉള്ള ബിൽഡിങ്ങിലോട്ടാണ് അത് പതിച്ചത്. ആകാശത്ത് മിസൈലുകൾ പായുന്നതും സ്ഫോടനങ്ങൾ നടക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്.
യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ട്രംപിന്റെ പ്രസംഗത്തിൽ യാതൊരു സ്വയം പുകഴ്ത്തലിന് യാതൊരു കുറവും ഇല്ല എന്നാണ് ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പരാജയം വരെ മറച്ചു വെക്കുന്ന ഒരു മരമണ്ടൻ അല്ലെങ്കിൽ വലിയ ബുദ്ധിമാൻ കാണിക്കുന്ന നമ്മുടെ ട്രംപ് പൊട്ടനെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇനി ട്രംപിന്റെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിലെ വിദഗ്ധതയാണ് എന്താ പറയുക അദ്ദേഹം പ്രതിദിനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരാശരി 21 തെറ്റായിട്ടുള്ള അവകാശവാദങ്ങളാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എല്ലാവരും കൂടെ വിളിച്ചു വരുത്തിയിട്ട് അവരെ മുമ്പിൽ വിളമ്പിയിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഇയാൾ ഇങ്ങനെ തള്ളുമ്പോഴും ഇറാൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഇത് മുഖവിലക്ക് എടുക്കുന്ന പോലും ഇല്ല. അവരുടെ ആക്രമണം അല്ലെങ്കിൽ അവരുടെ വാറ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ട്രംപ് ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുന്നു. ആ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ്, ലോകത്തെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ അവിടെ പ്രസിഡന്റുമാരുണ്ടായതിനു ശേഷം ഇത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ ഇത്രയും മന്ദബുദ്ധിത്തരം കാണിച്ചാൽ ബിസിനസ് മൈൻഡോട് കൂടി മാത്രം ലോകത്തിനെ കാണുന്ന ഒരു മരമണ്ടനായിട്ടുള്ള പ്രസിഡന്റിനെ ആദ്യമായിട്ടാണ് ലോകം കാണുന്നത് എന്നാണ് വിദഗ്ധർ ഇപ്പം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഇസ്രായേലിൽ ഇപ്പം നമ്മൾ കണ്ടു അല്ലെ, പൈപ്പ് പൊട്ടിയത് നമ്മൾ കണ്ടു. അത് മാത്രമല്ല 1-ാം തീയതി രാത്രി, അതായത് മെനഞ്ഞാന്ന് രാത്രിയും ഇന്നലെ രാത്രിയായിട്ട് ഏകദേശം 10ന്റെ മേലെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതാട്ടോ. കുറച്ചൊക്കെ അയൺ ഡോം സിസ്റ്റം തകർത്തിട്ടുണ്ടെങ്കിലും 10 ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഒരു രാത്രി വന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചിട്ട് ടെല്ലവീവിൽ ഉണ്ടായിട്ടുള്ള അവസ്ഥ, നാശനഷ്ടങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിൽ ടെല്ലവീവിൽ വൻതോതിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ആളപായം വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. അങ്ങനെ ജനജീവിതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഈ മിസൈൽ വീഴുന്ന അല്ലെങ്കിൽ ഇറാൻ ടാർഗറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ജീവിതം വളരെ പരിതാപകരമാണ് ഇപ്പം ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 ലക്ഷത്തിലധികം ആളുകളെയാണ് സ്വന്തം വീടുകളിൽ നിന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടായിട്ട് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഇതുവരെ. 20 ലക്ഷത്തോളം ആളുകൾ ഇതുവരെ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട് പല ഭാഗങ്ങളോട്ട് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. ബാക്കി വരുന്ന ജനങ്ങളെയാണ് നമ്മൾ ഇടയ്ക്ക് ഇതുപോലത്തെ എന്താ പറയുക റീലുകളിലും ഇവിടെയൊക്കെ വന്നിട്ട് നമ്മുടെ ജീന പൊക്കുന്നതും നമ്മുടെ കൃസംഗിത്തരമൊക്കെ കാണിക്കാറുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എമർജൻസി സർവീസുകൾക്ക് പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം ഇസ്രായേലിലെ ഭരണകൂടം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 25% ആളുകൾ ഇസ്രായേൽ കാണിക്കുന്ന ഈ യുദ്ധത്തിനെതിരെ ഓൾറെഡി ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെല്ലവീവിലെ പല മാധ്യമ പ്രവർത്തകരും, ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയ പല മാധ്യമ പ്രവർത്തകർക്കും പല രീതിയിലുള്ള പരിക്കുകളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പറ്റി എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇതേ സമയത്ത് ഇസ്രായേലിൻ്റെ പട്ടാളക്കാർ ലെബനോനിൽ നടത്തുന്ന യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പട്ടാളക്കാരെ ദിവസവും 4ഉം 5ഉം വെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ലെബന്റെ ഭൂപ്രകൃതിയിൽ അവിടെ വെച്ചിട്ട് യുദ്ധം ചെയ്യാൻ ഇതുവരെ ഇസ്രായേലിനെ കൊണ്ട് വിചാരിച്ച പോലെ പറ്റിയിട്ടില്ല. അമേരിക്കയുടെ ഒരു സഹായം അവിടെ ഇല്ല. ഇസ്രായേലിന്റെ സ്വന്തം യുദ്ധമായിട്ടാണ് ഇസ്രായേലും കാണുന്നത്. ലെബനോൻ തിരിച്ച് അവരെ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അണ്ണൻ ഇന്നലെ പറഞ്ഞ 21 മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ 21 കള്ളത്തരങ്ങളിൽ ചില കള്ളത്തരങ്ങൾ മാത്രം നമുക്കൊന്ന് പറയാം. അതായത് സൈനിക വിജയം. കഴിഞ്ഞ 4 ആഴ്ച നടക്കുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ഭാഗമായിട്ട് ഇറാന്റെ നാവികസേന, വ്യോമസേന എല്ലാം ഞങ്ങൾ തകർത്തിട്ടുണ്ട്, എല്ലാം ഞങ്ങൾ നശിപ്പിച്ച്, എല്ലാം ഞങ്ങളുടെ കൺട്രോളാണെന്നാണ് ട്രംപിന്റെ ആദ്യത്തെ വെടി നമ്പർ 1. വെടി നമ്പർ 2 ആണവായുധ ഭീഷണി. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇറാന്റെ പ്രധാന ആണവ നിലയങ്ങളെല്ലാം ഞങ്ങൾ ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വെടി നമ്പർ 2. വെടി നമ്പർ 3 മിഡിൽ ഈസ്റ്റ് നയം. അതായത് അമേരിക്ക ഇപ്പോൾ എണ്ണയ്ക്കായി മിഡിൽ ഈസ്റ്റിനെ ആശ്രയിക്കുന്നില്ലെന്നും വെനിസലയിൽ സഹകരണത്തോടു കൂടി അമേരിക്ക ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിച്ചുവെന്നും അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികൾക്ക് ഇനി അങ്ങോട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് മനസ്സിൽ വിചാരിച്ചു ഇവന്മാർ പരസ്പരം അടിച്ച് ചത്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ എണ്ണയും കാര്യങ്ങളൊക്കെ സെറ്റാണ് എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ഒരു വെടിയും കൂടെ അണ്ണൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി മറ്റു ചില മുന്നറിയിപ്പുകൾ, വരും ആഴ്ചകളിൽ ഇറാന്റെ നേരെ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം ഞങ്ങൾ അഴിച്ചുവിടാൻ പോവാണ്. അതല്ലെങ്കിൽ ഇറാൻ വന്ന് സൈൻ ചെയ്യണം. ഇറാൻ വന്ന് സൈൻ ചെയ്യുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് പലവട്ടം കാല് പിടിച്ചു പോയി. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ബോബോബുവിനെ കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കും. അതുകൊണ്ട് വേഗം വന്ന് സൈൻ ചെയ്തോ, അതല്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യുതി നിലയങ്ങളും നിങ്ങളുടെ പ്രധാന മറ്റ് വാണിജ്യ കേന്ദ്രങ്ങളും ഞങ്ങൾ തകർക്കും എന്നുള്ള വെടി നമ്പർ 4 കൂടെ നമ്മുടെ അണ്ണൻ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇനി ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ വെട്ടിയായി തോന്നിയത്, യുദ്ധം നടക്കുമ്പോഴും അമേരിക്ക സമ്പദ് വ്യവസ്ഥയിൽ, അതായത് സാമ്പത്തികപരമായിട്ട് ഭയങ്കര ശക്തമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഏറ്റവും വലിയ ലോക വെടി കൂടെ വെച്ചിട്ടുണ്ട്. ഓഹരി വിപണിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാം, ക്രൂഡ് ഓയിലിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം, ഗോൾഡിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം, സ്റ്റോക്ക് മാർക്കറ്റിന്റെ അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് വിവരമുള്ളവന്മാർ. ഏതാണെങ്കിലും വെടിവെക്കുന്ന കാര്യത്തിൽ വെടിവീരനായിട്ടുള്ള ട്രംപിന് ഒരു വെടിക്കുറവുണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ ട്രംപിന്റെ വെടിക്ക് ശേഷം ഇസ്രായേലിലും അതുപോലെ തന്നെ മറ്റ് US ബേസുകളിലും നടന്നിട്ടുള്ള വെടിക്കെട്ടുകൾ.